ചോദിക്കാലോ. അതെ, ബാക്കിലെ ഡോറിന്റെ ലോക്കാണ് തുറന്നു കിടക്കുന്നത്. ആ നിങ്ങൾ വന്നപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു? ഇങ്ങനെ കിടക്കായിരുന്നു സാർ. എത്ര മണിക്കായിരുന്നു സംഭവം? ഇത് ഞങ്ങൾ ഏകദേശം പുലർച്ചെയായി ഇവിടെ എത്തിയപ്പോ ഒരു 4 മണി 4:30 ആയിട്ടുണ്ടാവും. നിങ്ങൾ എന്നാ പോയത് ഇവിടുന്ന്? ഞങ്ങളൊരു 5 ദിവസമായി. 5 ദിവസമായിട്ട് നിങ്ങൾ ഇവിടെ ഇല്ല? ഇങ്ങനെ ദൂരോട്ടൊക്കെ പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്? സാറേ, അത് ഞങ്ങൾ പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിണ്ടായിരുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോ വാട്ടക്കപ്പ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആങ്ങള. വാട്ടക്കപ്പേ വാട്ടക്കപ്പ എന്ന് പറഞ്ഞ സാറേ, കപ്പ അങ്ങനെ തൊലി കളഞ്ഞിട്ട് നമ്മള് അത് നന്നായിട്ട് ചെത്തി പുഴുങ്ങി ഉണക്കിയെടുക്കും. അത് നന്നായിട്ട് നമ്മള് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമുള്ള ഒരു സാധനം അത്. പിന്നെ വേണമെങ്കിൽ നാളികേരം ഇതൊക്കെ ഇട്ടിട്ട് വേറെയും ഞാൻ കപ്പ പുഴുങ്ങണ കാര്യമല്ലേ ചോദിച്ചത്. പിന്നെ എന്താ ചോദിച്ചത്? പിന്നെ ഞങ്ങള് വന്നപ്പോ ഇയാള് പെട്ടെന്ന് ഇവിടുന്ന് ഓടി ഇറങ്ങുകയാണ് ചെയ്തത് സാറേ. അല്ല, അപ്പൊ ഇയാളെ കണ്ടോ? ഈ ഓടിപ്പോണ ആളെ കണ്ടോ നിങ്ങൾ? ആളെ ഒരു മിന്നാട്ടം പോലെ അങ്ങനെ ഒരു രൂപം ഇങ്ങനെ ഓടിപ്പോണ പോലെ കണ്ടു, അത്രേ ഉള്ളൂ. തിരിച്ചറിയില്ല കണ്ടാലേ? കണ്ട അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. രമേശ്, ഇതെല്ലാം നോട്ട് ചെയ്യേ. ഇതിപ്പോ അതെ സാറേ, ഈ കക്കാൻ മുമ്പ് പൊറാട്ടയും ബീഫും റമ്മുമായിട്ട് പോയിട്ട് ഈ കക്കണ വീട്ടിൽ അത് കഴിച്ച് കിടന്നുറങ്ങണ ഒരാളേ ഉള്ളൂ, ആമ്പേർ മണി. അവനെ പൊക്കിയാലോ? അകത്ത് കിടക്കല്ലേ? അതെ അതെ. അല്ല, എന്നാ അതുപോലത്തെ വേറെ ആരെയല്ലോ? നമുക്ക് അന്വേഷിക്കാം. ഇന്നലെ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ? ആയിക്കോട്ടെ സാറേ, ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സഹായി. 40-40 പവൻ സ്വർണ്ണാണ് പോയേക്കണേ സാറേ. വരുമാനം 40 പവന്റെ സ്വർണ്ണമൊക്കെ വീട്ടിൽ വെച്ചിട്ട് ആരെങ്കിലും പോവോ? അത് ലോക്കറിൽ വെക്കാറുന്നില്ലേ? ലോക്കറിൽ വെക്കാറുണ്ട് സാറേ. ഇപ്പൊ 1-2 വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതിന് വേണ്ടിട്ട് എടുത്തതാ. പിന്നെ ഒരു കല്യാണം കൂടി ഉണ്ടെന്നപ്പോ അതും കൂടി കഴിഞ്ഞിട്ട് കൊണ്ടുവയ്ക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മരുമകൾ എവിടെയാ? മരുമകള് വീട്ടിൽ പോയിരിക്കുകയാണ്. സ്വർണം ഇവിടെ വെച്ചിട്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്. അപ്പൊ അത് ഇനിയിപ്പോ 40 പവന്റെ സ്വർണം ഇവിടെ വെച്ചിട്ട് മരുമകള് വേറെ വഴിക്കും വീട്ടുകാർ വേറെ വഴിക്കും. ഞങ്ങള് പെട്ടെന്ന് അങ്ങനെ കുട്ടികളൊന്നും ഇല്ല, ഒന്നൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു. കാശ് വല്ലതും പോയോ? കാശൊന്നും പോയില്ല. അതെ, ഇതിപ്പോ പിടിപ്പുകേട് നിങ്ങളുടെ ഭാഗത്താ. ഇവിടെ പോലീസും പോലീസ് സ്റ്റേഷനൊക്കെ പിന്നെ എന്തിനാ? ഒന്നാ ഇൻഫോം ചെയ്തിട്ട് പോകൂടായിരുന്നോ? വാസുദ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും. സ്റ്റേഷൻ വരെ വരെ. ആയിക്കോട്ടെ സാർ. ഈ വീട്ടിലാരാ താമസിക്കണേ? ഇവിടെ ഒച്ചപ്പാടും ബഹളമെല്ലാം കേട്ടായിരുന്നു സാറേ. ഞാൻ 2 അടിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിപ്പോയി സാറേ. എവിടെയുള്ളതാ? അടുത്തുള്ള സാറേ. എന്ത് ചെയ്യുന്നു? കൂലിപ്പണി സാറേ. എവിടെയുള്ള? കുറച്ച് അങ്ങോട്ട് മാറിയത്. മാറിയ സ്ഥലമില്ലേ? ഏത് സ്ഥലം? 3-4 കിലോമീറ്റർ അപ്പുറം. 4 കിലോമീറ്റർ അപ്പുറമുള്ള നിനക്ക് ഇവിടെ എന്താ കാര്യം? സാർ, ജീപ്പും പോലീസിനെയൊക്കെ കണ്ടപ്പോൾ എന്തോന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒന്ന്. നീ ഇതിനു മുമ്പ് ജീപ്പും പോലീസിനെ ഒന്നും കണ്ടിട്ടില്ല? എന്തല്ല, ഈ വീട്ടിൽ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് അന്വേഷിക്കാമല്ലോ എന്ന് വെച്ചു. എന്നാ പിന്നെ നീ അന്വേഷിക്കും, ഞങ്ങൾ പോലീസുകാർ മാറി തരാം. അല്ല, ഞാൻ പോക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. സ്റ്റേഷൻ വരെ വരേണ്ടി വരും. ഇവിടെ നിനക്ക് ഇറങ്ങൊന്നും വേണ്ട കേട്ടോ.
കിട്ടണമെങ്കിൽ അറിയിക്കാം. എന്താ പിന്നെ ഇവിടെ പോണ്ടോ? സത്യത്തിൽ എപ്പോഴേ സംഭവം നടന്നത്? ഞാൻ രാവിലെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അപ്പൊ നീ കണ്ടെങ്കിൽ നിനക്ക് ഓടിച്ചിട്ട് പിടിക്കായിരുന്നില്ലേ? പിന്നെ ഒന്നാതെ പേടിച്ചിട്ടാ പോണേ. ഇനി അവന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടണമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ മിണ്ടാഞ്ഞു. എന്നാലും 40 പവനേ, അത്രയും സ്വർണ്ണം ഒരു വീട്ടിൽ സൂക്ഷിക്കാമോ? വീട്ടിൽ സൂക്ഷിച്ചു ലോക്കറിൽ വെച്ചൂടെ? വേറൊരു കാര്യം ശ്രദ്ധിച്ച, അയാൾ എന്ത് മാന്യനാണ് നമ്മുടെ മുമ്പിൽ. കള്ളു കുടിക്കൂല, ബീഡി വലിക്കൂല. എന്നിട്ട് ഇപ്പൊ കേറിയ കള്ളൻ അവിടെ ഇരുന്ന പൈൻ്റെ കൊടുത്ത് കുടിച്ച് പൊറോട്ടയും ബീഫും തിന്നിട്ടാ പോയെന്ന്. ഇയാൾ ഒറ്റക്കിരുന്ന് വീട്ടിൽ നിന്ന് അടിക്കണേ. പിന്നെന്തെന്ന് അല്ലെങ്കിൽ ഒരു നാട്ടിൽ മദ്യം വന്ന് കാണാ. ഒരു മിന്നാണ്ടില്ല, ഞാനും അത് പേടിച്ചു പോയില്ല. ഈ സാധനം എന്താന്ന് പോലും അറിയാൻ പാടില്ലാണ്ട് പുറകെ കൂടെ ഒരു ചാട്ടം. പോലീസ് കിടന്ന് കറങ്ങി. മൈൻഡ് ചെയ്യണ്ട. നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്താ ഇവിടെ സാർ? എന്താ പരിപാടി ഇവിടെ? വെറുതെ നിന്ന് സംസാരിക്കാണ്. അയൽവക്കാരാണ് സാർ. അപ്പൊ ഒന്ന് സംസാരിച്ചാണ്. ചൂടായതുകൊണ്ട് എങ്ങനെയാണ്? ഇവിടെ എന്താ മഴയുണ്ടോ അതോ മഞ്ഞുണ്ടോ? അല്ല, ഇവിടെ തണലുണ്ട്. ഓ അത് ശരി. എവിടെ ഉള്ളതാ നീയൊക്കെ? ഞങ്ങൾ ഈ പരിസരത്തുള്ള സാറേ. പരിസരത്ത് വീടും സ്ഥലവും അഡ്രസ്സും ഒന്നും ഇല്ലടാ. വീട് ഇതിന്റെ പുറകിലാണ്. ഇവിടെ മോഷണം നടന്ന ശീതളിന്റെ വീടിന്റെ അടുത്താണ്. ഒരു 500 മീറ്റർ ദൂരാണ് എന്റെ വീട്. ഇവന്റെ തൊട്ടടുത്താണ്. കുറച്ചും കൂടെ അങ്ങോട്ട് പോകും. ഈ ശീതളിന്റെ വീട്ടിൽ ഇന്നലെ എന്താ നടന്നതെന്ന് അറിയാം? ഇപ്പൊ കള്ളം കയറി എന്ന് പറയണ്ടായി. തനിക്ക് എന്താ പണി? എനിക്കങ്ങനെ പണിയൊന്നുമില്ല. എന്റെ പേരെന്താ? എന്റെ പാരിജാതൻ. എന്താ പണിയാണൊക്കെ? ഇല്ല, വൈഫ് തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. മോഷണം? ഇല്ല സാറേ, മോഷ്ടിക്കാറില്ല. വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അവൾ അറിയാതെ എടുക്കുമെന്നല്ലാതെ അപ്പൊ പരിചയമുണ്ട്. മോഷണാണോ? അല്ല സാർ, ഞാൻ വീടുകളിൽ പത്രം ഇടുന്നതാണ്, ദിനപത്രം. അതെ. അപ്പൊ ഈ ശീതളിന്റെ വീട്ടില് പത്രം ആരായിരുന്നു? ഞാൻ ഇടല്. ഓ, അപ്പൊ ഇന്ന് കാലത്ത് പത്രം ഇടാൻ പോയിരുന്നു? അല്ല, അവര് ഒരു 5 ദിവസം ഇവിടെ ഉണ്ടാവില്ല. അവിടെ ബന്ധു വീട്ടിൽ പോന്ന്. അതുകൊണ്ട് പത്രം ഇടണ്ട, പത്രം ഇട്ട ആളില്ല, താമസമില്ലാത്ത വീടെന്ന് പറയും. അതുകൊണ്ട് പത്രം ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രം ഇട്ടിട്ടില്ല സാറേ. 5 ദിവസമായിട്ട് ശീതളിന്റെ വീട്ടിൽ ആരും ഇല്ലാന്ന് അറിയണ ഒരേ ഒരാള്. എന്താ എന്റെ പേരെന്താ? എൻ്റെ പേര് രാഘവൻ. രാഘവനാണ്. രാഘവൻ കഴിക്കുവോ? ഒന്ന് കിട്ടിയാൽ കുറച്ച് കഴിക്കും സാർ. റമ്മാണ് പതിവായിട്ട് കഴിക്കാറില്ലേ? അതെ. ടച്ചിങ്സിന് ബീഫും പൊറോട്ടയും. അയ്യോ, ബീഫ് ഞാൻ കഴിക്കൂല സാറേ. ഇപ്പൊ സ്ഥിരമായിട്ട് ബീഫ് കഴിക്കാറില്ല. ഇന്നലെ ബീഫും പൊറോട്ടയും കൂട്ടിയിട്ട് റമ്മ് രാത്രി അടിച്ച് പൊളിച്ച് കഴിച്ച് അല്ലേ? ഇല്ല സാറേ, ഞാൻ ബീഫ് കഴിക്കില്ല. കഴിഞ്ഞ 5 ദിവസമായിട്ട് ശീതളന്റെ വീട്ടിൽ ആളില്ലാന്ന് അറിയാവുന്ന ഒരേ ആള് നീയാണ്. അത് മുതലെടുത്ത് നീ ഇന്നലെ ശീതളന്റെ വീട്ടിൽ കയറി മദ്യപിച്ച് പൊറോട്ടയും ബീഫും എല്ലാം കഴിച്ചിട്ട് അവിടെയുള്ള സ്വർണ്ണം എല്ലാം അടിച്ചോണ്ട് പോയി അല്ലേ? അയ്യോ, രാഘവൻ അങ്ങനത്തെ ആളല്ല സാറേ. നിന്നോട് ചോദിച്ചാ നീ ആരാ ഈ നാട്ടിൽ എല്ലാവർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളാ? അല്ല സാറേ, ഞാൻ പത്രം ഇടണ്ടെന്ന് പറഞ്ഞ പിന്നെ ആ വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ കുട്ടൻ. ഇവൻ ശീതളേട്ടന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളതാണ്. ഈ കള്ളൻ ഓടിയത് കണ്ടെന്ന് ഇവൻ പറയുന്നുണ്ട്. എന്താണ് നിന്റെ പരിപാടി? എനിക്ക് വെട്ടാം. അല്ല, റബ്ബർ വെട്ടാണ്. ഓ, അപ്പൊ നീ ഈ ശീതളിന്റെ വീട്ടിൽ വന്ന ആളെ എങ്ങനെ കണ്ട്? സാറേ, ഞാൻ രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്ന ടൈമിന് ശീതളേൻ്റെ അവിടെ നിന്ന് ഒരു ഒച്ച കിട്ടും. അപ്പൊ ഞാൻ അവിടെ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു സാധനം മതിൽ കൂടി അങ്ങ് ചാടി ഫോണ് കണ്ടായിരുന്നു. ഒരാളാ? ആ, ഒരു മിന്നായം പോലെ. സമയം അപ്പൊ ഒരു 3:30-4 മണി ആ ടൈം. ഓ, ആ സമയത്ത് പോവും റബ്ബർ ടാപ്പിങ്ങിന്. ഓ, അതെ. നീയും നിന്റെ കൂട്ടുകാരനും കൂടെയാണ് മോഷണം നടത്തിയത്? അയ്യോ സാർ, അല്ല. ഞാൻ അല്ലേടാ? അല്ല. 4 മണിക്ക് നീ എങ്ങനെ അവൻ ചാടുന്ന സമയത്ത് നീ അവിടെ എത്തി? സാറേ, അവിടെ ഒരു ശബ്ദം കേട്ടപ്പോ അങ്ങോട്ട് ചെന്ന് നോക്കിയതാ. ശീതളേട്ടൻ കരയണ കേട്ടെന്ന് അവൻ പറഞ്ഞത്. അയാളെ കണ്ടാ തിരിച്ചറിയോ? ഒരു മിന്നായം പോലെ ഒരു സൈഡ് കണ്ടാ അറിയാൻ പറ്റും. ഈ സൈഡ് തിരിഞ്ഞാണ്. ഈ സൈഡ് നോക്കി. അങ്ങോട്ട് നോക്കണോ? സൈഡ് നോക്കേ. അല്ല സാർ, ഇവരൊന്നുമല്ല. അവരൊന്നുമല്ല. എന്റെ അച്ഛന്റെ പേരെന്താ? കുമാരേട്ടന്റെ മോനാണ് സാറേ, വലിയ പറമ്പില. എന്താണ് നിനക്കൊരു ഉറപ്പില്ലാത്ത? പേടിച്ചിട്ടാ. ഉച്ച കഴിയുമ്പോൾ സ്റ്റേഷനിലോട്ട് വാ. ഞങ്ങൾ മരണോ സാറേ?
വരേണ്ടി വരും. ഞാൻ അറിയിക്കാം. ഇവിടെ ഇങ്ങനെ കറങ്ങണ്ട. വീട്ടിൽ പോകണം. പോയാണ് സാർ. വീട്ടിൽ പോണേ പോണേ. പോയാണ് സാർ. സുഗതൻ, സുഗത സാർ വന്നോടാ. എന്താ സാർ? അതെ, CI സാറ് മെസ്സേജ് ഇട്ടേക്കാ. ശീതളന്റെ അവിടെ മോഷണം നടത്തിയ പ്രതിയെ പിടിച്ചു എന്ന് ചോദിച്ചിട്ട്. എന്തായി ആ രേഖാചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ട്? റബ്ബർ ടാപ്പിങ്ങിന് പോണ കുട്ടൻ എന്ന് പറഞ്ഞൊരാളില്ലേ, ആ അയാളോട് എന്തൊക്കെ സംശയം ചോദിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് വരച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഒന്ന് സ്പീഡാക്കാൻ പറയേ. പക്ഷേ ഇന്ന് തീരുമെന്നാ പറഞ്ഞത്. ഇപ്പൊ തീരും. ആ ഇന്ന് തീരണം. തീരും. എന്നാലേ ഇനി പ്രതിയെ പിടിക്കാൻ പറ്റൂ. അല്ലാതെ എന്തെന്നും പറയും പ്രതിയെ പിടിക്കും. അതെ. ഒരു ധാരണയില്ലാതെ. എന്നാ അതിനുള്ള ഏർപ്പാട് ചെയ്യടോ. ഓക്കെ. എൻ്റെ സുഹൃത്തെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അവിടെ ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ അവിടെ ഡ്യൂട്ടിക്ക് ഒരു പോലീസ് നിപ്പുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി. അതായത് നിങ്ങളിപ്പോൾ സ്റ്റേഷൻ വിളിച്ച് ഇനി SI തന്നെ വന്ന് ബ്ലോക്ക് മാറ്റണമെന്നുണ്ടോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഹലോ ഹലോ. ആ സാർ രേഖാചിത്രം റെഡിയാ സാർ. ആയാ. ആളെ കണ്ടിട്ടേ എനിക്ക് ഇവിടെയൊക്കെ കണ്ട് നല്ല പരിചയമുണ്ട് ഇങ്ങനെ. അതുണ്ട്. പക്ഷെ ഇത് മലയാളി എല്ലാം തോന്നുന്നുണ്ട്. തമിഴ്നാട് കച്ചവടക്കാർ അങ്ങനെ വല്ല ടീമാണോ ഇത്? അല്ല സാർ, നാട്ടിൽ തന്നെ ഇതേ രൂപത്തിലുള്ള ആൾക്കാരെ കണ്ട പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്നു. സുധാ, രൂപം കണ്ടിട്ടേ ആള് നിസ്സാരക്കാരനല്ല.